അധികം പണിയൊന്നും എടുക്കാതെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കിഡിൽ ഐറ്റം കാണിച്ചു തന്നാൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട 1/2 കിലോ വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകിയെടുത്ത് വട്ടത്തിലരിഞ്ഞെടുത്ത് മാറ്റി കൊണ്ട് വെക്കാം. ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തങ്ങോട്ടെടുക്കണം. വറുത്തിതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കിനും അരമുറി സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞോട് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റുന്നതോടൊപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് മറക്കരുത്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊണ്ടെടുക്കാം. ആ തേങ്ങയുടെ ഉള്ളിലെ വെള്ളമയമൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയിട്ട് നല്ലതുപോലെ കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടും. ഇനി ഇതൊന്ന് വേവിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെന്തം കൊണ്ട് കിട്ടും. ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, പക്ഷേ ഇങ്ങനെ കഴിച്ചാൽ നമ്മുടെ റെസിപ്പി ആവത്തില്ല. അതിനായിട്ട് നമ്മൾ ആ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ കുറച്ച് ഇങ്ങനെ ഒന്ന് ഒതുക്കി അങ്ങോട്ട് വെക്കാം. ഇനി ആ ഒരു പാനിൻ്റെ സൈഡിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെങ്കിൽ കൂടുതൽ മുട്ട ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ഇത് നല്ലതുപോലെ എല്ലാം കൂടെ കൂട്ടി ഇളക്കി ഈ ഒരു പരുവത്തിലാക്കണം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ, ഞാനതിൽ ചേർത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചോറ് കഴിക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി. അതുപോലെ തന്നെ ചപ്പാത്തി കഴിക്കാനും നല്ല കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വീഡിയോ മട്ടെത്താം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.